കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ്. ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ. പൂഴി വാരി എറിഞ്ഞ നിലത്ത് വീഴാത്തത്ര ജനക്കൂട്ടം. പിണറായി വിജയൻ പ്രസംഗം തുടങ്ങിയ ഉടൻ തന്നെ ആളുകളൊക്കെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അത്യാവശ്യം മുമ്പിലിരിക്കുന്ന ചില സഖാക്കളും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരുമല്ലാതെ മറ്റാരും ആ വേദിയിലില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. ഇത് യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. നന്ദിയില്ലാത്ത ജാതികൾ. പമ്പടം കണക്കിന് കടങ്ങി കടങ്ങിണ പമ്പടം കണക്കിന് കടങ്ങി കടങ്ങിണ പമ്പടം. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അല്ല, പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ മാത്രമേ ഉള്ളൂ. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇതാണ് ഇന്ന് സംഭവിച്ചത്. ഇത് പത്രക്കാരുടെയോ പ്രതിപക്ഷക്കാരുടെയോ ചെവിയിലെങ്ങാനും എത്തിയാൽ മതി. പിന്നെ നാറാ വേറെ വല്ലതും വേണം. ഞാൻ എന്തൊരു മണ്ടനാണ്. അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അതായത് ജനങ്ങളെ പണ്ടത്തേതുപോലെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അത് ശരിയാ. ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മാറ്റങ്ങൾ നല്ലതാണ്. മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ.